വർഷങ്ങളായി സർക്കാരും CPM-ഉം അതീവ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രോഗവിവരം പുറത്തായി. അദ്ദേഹം ക്യാൻസർ അതിജീവിതനാണെന്ന നിർണായക വെളിപ്പെടുത്തലുമായി പ്രമുഖ ദേശീയ വാരികയായ ഓപ്പൺ ആണ് രംഗത്തെത്തിയത്. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് പശ്ചാത്തലമാക്കി പ്രസിദ്ധീകരിച്ച ലേഖനത്തിലാണ് മുഖ്യമന്ത്രിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള പരാമർശമുള്ളത്. ഉത്തരമില്ലാതിരുന്ന ചോദ്യങ്ങൾ. മുഖ്യമന്ത്രി എന്തിനാണ് അമേരിക്കയിലെ മിനസോട്ടയിലുള്ള മയോ ക്ലിനിക്കിൽ ഇടയ്ക്കിടെ ചികിത്സ തേടുന്നത് എന്ന ചോദ്യത്തിന് ഇതുവരെ കൃത്യമായ മറുപടി നൽകാൻ സർക്കാരോ CPM-ഓ തയ്യാറായിരുന്നില്ല. 2018 പിണറായി വിജയൻ ആദ്യമായി ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോകുന്നത്. തുടർന്ന് 2022 ജനുവരിയിലും ഏപ്രിലിലും സന്ദർശനം നടത്തി. ഏറ്റവും ഒടുവിലായി 2025 ഏപ്രിലിലാണ് മയോ ക്ലിനിക്കിൽ ചികിത്സ തേടിയത്. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകളിലും നിയമസഭയിലെ ചോദ്യങ്ങളിലും സ്വകാര്യത എന്ന വാദമുയർത്തി സർക്കാർ വിവരങ്ങൾ നിഷേധിക്കുകയായിരുന്നു. വെളിപ്പെടുത്തൽ പാർട്ടിയുമായി അടുത്ത കേന്ദ്രത്തിൽ നിന്ന്. CPM നേതാവായിരുന്ന പാടിയം ഗോപാലന്റെ മകനും മാസികയുടെ എക്സിക്യൂട്ടീവ് എഡിറ്ററുമായ NP ഉല്ലേഖാണ് ദി പിണറായി പ്ലെബിസൈറ്റ് എന്ന കവർ സ്റ്റോറി തയ്യാറാക്കിയത്. മുഖ്യമന്ത്രിയുടെ ഭരണമികവിനെ വാഴ്ത്തുന്ന ലേഖനത്തിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു. പാർട്ടി തുടർഭരണം നേടിയാൽ പ്രായാധിക്യം മാത്രമാണ് പിണറായിക്ക് തടസ്സമായിട്ടുള്ളത്. അതിലുപരി അദ്ദേഹം ഒരു ക്യാൻസർ അതിജീവിതനുമാണ്. പാർട്ടിയുമായി അടുത്ത ബന്ധമുള്ള ഒരാൾ തന്നെ ഈ വിവരം പുറത്തുവിട്ടതോടെ സർക്കാരിന്റെ ഇതുവരെയുള്ള മൗനം ചോദ്യം ചെയ്യപ്പെടുകയാണ്. മുഖ്യമന്ത്രിയുടെ വിദേശ ചികിത്സയ്ക്കായി ചിലവാക്കുന്ന തുക പൊതുമുതലായതിനാൽ രോഗവിവരം അറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ടെന്ന വാദം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. തിരഞ്ഞെടുപ്പ് വേളയിൽ ഇത്തരമൊരു വിവരം പുറത്തുവന്നത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയാവുകയാണ്. രോഗവിവരം മറച്ചുവെച്ചതിനെ പ്രതിപക്ഷം ആയുധമാക്കുമ്പോൾ ക്യാൻസറിനെ പോലെ ഒരു മാരക രോഗത്തെ അതിജീവിച്ച് അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങൾ അനുകൂല ഘടകമാക്കാനാണ് CPM ലക്ഷ്യമിടുന്നത്.